മനസ്സിലായല്ലോ അല്ലേ? മലയാളം ബിഗ് ബോസ് സീസൺ 6 വിന്നർ അഥവാ കള്ളൻ ജിൻഡോ. ജിൻഡോ ഇപ്പൊ എന്തൊരു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ജിമ്മിൽ കയറി ഒരു 10,000 രൂപ അങ്ങോട്ട് മോഷ്ടിച്ചു, കുറച്ചേ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചു. ഒരു ബിഗ് ബോസ് സീസൺ വിന്നറിന്റെ അവസ്ഥ അതീവ പരിതാപകരമാണ് സുഹൃത്തുക്കളെ. ബിഗ് ബോസിൽ പോയിട്ട് രക്ഷപ്പെട്ട ആരുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ സല്ലാർ റോക്കി ബായ് മോന്തടിച്ച് പൊളിച്ച റോക്കി ബായ് ചോദിക്കുന്നുണ്ടായിരുന്നു. 10,000 രൂപയ്ക്ക് കട്ടെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ എത്ര വോട്ടുകൾ, കുറ്റബോധം തോന്നുന്നു, കുറ്റബോധം. ജിൻഡോ മോഷ്ടിച്ചിരിക്കുകയാണ്. എന്തിനാ ജിൻഡോ മോഷ്ടിച്ചെന്നൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ കൂടുതലായിട്ട് ഇതില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ആയിട്ടുള്ള ജിൻഡോ ഇറങ്ങിയപ്പോൾ മുതൽ പല തവണകളായിട്ട് പല തരത്തിലുള്ള വിവാദങ്ങളിൽ എപ്പോഴും ജിൻഡോയുടെ പേര് ശബ്ദമായി കേൾക്കുന്നുണ്ടായിരുന്നു. പൊതുവെ അടുത്തൊരു സീസൺ ഇറങ്ങുമ്പോൾ മറ്റ് സീസണിലെ ആളുകളുടെ ശബ്ദം ഇല്ലാതെയാവും. പക്ഷേ അഖിൽമാരാർ മുതൽ ഒരു സീസൺ നടക്കുമ്പോഴത്തേനും പഴയ വിന്നർ ഭയങ്കര പേരെടുക്കുകയാണ്. ഈ ജിൻഡോ എന്ന് പറഞ്ഞാൽ ആദ്യം പീഡന കേസ്, പിന്നെ കഞ്ചാവ് കേസ്, ഇപ്പൊ താണ്ട മോഷണ കേസ്. ഒരാളെ ഒരു തവണ നമുക്ക് സംശയിക്കാം, കുഴപ്പമില്ല. 2 തവണ അയാൾക്കെതിരെ അലിഗേഷൻ വരാം, കുഴപ്പമില്ല. ഇത് അലിഗേഷൻ മാത്രമാണല്ലോ ഈ പുള്ളിക്കെതിരെ. നിങ്ങൾ എത്ര പേര് ജിൻഡോയ്ക്ക് ഈ സമയത്ത് വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒന്നുമില്ലൂ. ഞാൻ എന്തോരം വോട്ട് കൊടുത്തുന്നറിയോ? കുറ്റബോധം തോന്നുന്നു, കുറ്റബോധം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ജിൻഡോയുടെ മോഷണത്തിന്റെ വാർത്തയൊന്ന് കേട്ട് തന്നെ ജിൻഡോ എന്തിന് മോഷ്ടിച്ചു എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അത് അവസാനം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ജിൻഡോ മോഷ്ടിച്ച് എന്തിനെന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. നമുക്ക് ആദ്യം ഇത് കേൾക്കാം, എങ്ങനെ മോഷ്ടിച്ചു നോക്കാം. ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് ഒരു വാർത്തയപ്പോൾ വരുന്നു. ജിമ്മിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇത് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഷണം എന്താണ്? എന്റെ പൊന്നാശാനെ സ്വന്തം ജിമ്മിൽ കയറി മോട്ടിച്ചു. ഇത്രയ്ക്ക് വൃത്തിയിട്ടവനാണ് ആർട്ടിസ്റ്റ് ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. എന്താണിത്? അതായത് സംഭവം ശരിക്കും ഞാൻ പറഞ്ഞുതരാം. ഈ പുള്ളിക്കാരൻ ഈ ജിമ്മ് ഒരു സ്ത്രീക്ക് ലീസിന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജിമ്മിൽ കയറിയിട്ടാണ് പുള്ളിക്കാരൻ 10,000 രൂപയും അവിടുത്തെ ചില ഡോക്യുമെന്റ്സും മോഷ്ടിച്ചത്. നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ, ചില ഡോക്യുമെന്റ്സും മോഷ്ടിച്ചത്. അത് CCTV വിഷ്വൽസ് കറക്റ്റായിട്ട് കിട്ടി. കയറിയിട്ട് എങ്ങനെയാണെന്ന് അറിയോ? മീശ പിരിച്ചാൽ ആ മീശമാധവൻ സ്റ്റൈലിൽ പുള്ളിക്കാരൻ കയറി ഒരു മോഷണം നടത്തി. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അടുത്ത ദിവസം ഒരു പ്രൊമോഷൻ കൊണ്ട് വെച്ച് ചാമ്പി കൊടുത്തു. August 22 ഐ വിൽ ബി ദെയർ ഓൺ ദി ഇന്നോഗ്രേഷൻ ഓഫ് ദി ഡ്രസ്സെങ്കിലും മാറായിരുന്നു കേട്ടോ. ബാക്കിയേക്കാം. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വെണ്ണലയിലുള്ള ജിൻഡോസ് ബോഡി ക്രാഫ്റ്റിലാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ജിൻഡോയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട സ്ഥാപനമാണെങ്കിൽ പോലും അത് ജിൻഡോ ആലുവ സ്വദേശിക്ക് 1 വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുകയാണ്. ആലുവ സ്വദേശികളാണ് ഇപ്പോൾ അത് നടത്തുന്നത്. നേരത്തെ ഈ ലീസിനെടുത്ത ആളുകളും ജിൻഡോയും തമ്മിൽ ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ലൈംഗിക അതിക്രമ പരാതിയൊക്കെ ഈ പരാതിക്കാരി നേരത്തെ ജിൻഡോക്കെതിരെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈംഗിക ആരോപണ പരാതി, ആക്രമണ പരാതി, ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി ഓൾറെഡി ജിൻഡോയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജിൻഡോയുടെ ജിമ്മ് ഇവർ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ജിൻഡോയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജിൻഡോ അകത്ത് കളിച്ച കളിയെക്കാട്ടും വലിയ കളികളാണ് പുറത്തിറങ്ങി കളിക്കുന്നത്. അകത്ത് കളിക്കാൻ പറ്റാത്ത നല്ല അതിഭീകര കളികളാണ് പുറത്തിരുന്ന് സിജോയും സീക്രട്ട് ഏജന്റും കൂടെ കളിച്ചു വിട്ടത്. അവരാ കളി കളിച്ചതുകൊണ്ട് ജിൻഡോയുടെ പല പൊയ്മുഖങ്ങളും നമുക്ക് മുമ്പിലേക്ക് എത്തി നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റി. പൊയ്മുഖൻ നമ്പർ 1, ഈ പുള്ളിക്കാരനൊരു സ്വഭാവമുണ്ട്. പുള്ളിക്കാരൻ്റെ ജിമ്മ്, ആ ജിമ്മിൽ സാധാരണക്കാരനായ പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്ത് അവനെ 6 പാക്ക് ആക്കി പറഞ്ഞു വിട്ടാരെ, ആ ഒരു സെറ്റപ്പ്. സ്ത്രീകളെ വരുന്നെങ്കിൽ സ്പെഷ്യൽ ട്രെയിനിങ് ആ ജിൻഡോ സ്വന്തമായിട്ട് തരുന്നതാണ്. സെലിബ്രിറ്റി ബോഡി ട്രെയിനർ ആൻഡ് പെൺകുട്ടികളെ മാത്രം ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ ജിൻഡോ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് നൽകും. ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് നടത്തുന്നത് എന്ത് ചെയ്യണം? ആദ്യം ജിൻഡോ ചേട്ടന് മുമ്പിൽ വിവസ്ത്രരായിട്ട് നിൽക്കണം. അതായത് തുണിയും മണിയും കുണിയൊന്നും ഇല്ലാതെ നിൽക്കണം. അപ്പൊ ജിൻഡോ ചേട്ടൻ കണ്ട് കൃത്യമായി മനസ്സിലാക്കും, വ്യക്തതയോടെ കണ്ട് മനസ്സിലാക്കും എവിടൊക്കെയാണ് തടികളുള്ളത്, എവിടൊക്കെയാണ് കൊഴുപ്പുകളുള്ളത്. ജിൻഡോ ചേട്ടൻ അങ്ങ് കണ്ടങ്ങട്ട് മനസ്സിലാക്കും. എന്നിട്ട് ജിൻഡോ ചേട്ടൻ 2 ഫോട്ടോ എടുത്തിട്ട് പ്ലച്ചക്ക ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് കാണിക്കണമല്ലോ. അത് കഴിഞ്ഞ് ജിൻഡോ ചേട്ടൻ അവർക്ക് ട്രെയിനിങ് നൽകുന്നു. ചില അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്ര വേണ്ട, അമ്മ ഫോട്ടോ കിട്ടിയാൽ മതി, നമുക്ക് വികാരമൊന്നും ഇല്ലെന്നാണ് ജിൻഡോ ചേട്ടൻ പറയുന്നത്. ശേഷം ഇവര് ഫിസിക്കലെല്ലാം കറക്റ്റ് ആക്കി കഴിയുമ്പോഴത്തേനും വീണ്ടും വിവസ്ത്രരായിട്ട് നിൽക്കണം. ഇതിന്റെ ഇടയ്ക്ക് എത്ര തവണ നിൽക്കണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ വീണ്ടും ഫോട്ടോ എടുക്കുന്നു, ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുന്നു. ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ അടുത്തൊരു സ്ത്രീയെ കാണിക്കും. ബിഫോർ ആൻഡ് ആഫ്റ്റർ നീ അപ്പൊ ഇതുപോലെ എന്റെ മുമ്പിൽ വിവസ്ത്രരായി ശോഭയിട്ടല്ല, അങ്ങനെയല്ലോ, എന്തൊരു സാധനം പറയല്ലോ.
എന്തൊരു സാധനം ഉമ്മറൊക്കെ പറയുന്ന സാധനം അതേപോലത്തെ കാണിക്കണം, വീണ്ടും പുള്ളിക്കാരൻ്റെ മുമ്പിൽ ന്യൂഡായിട്ട് നിൽക്കണം. ഇതാണ് പുള്ളിക്കാരൻ്റെ ഒരു ശൈലി. പുള്ളിക്കാരൻ സാധാരണ പുരുഷന്മാരെ ട്രെയിൻ ചെയ്യത്തില്ല. സെലിബ്രിറ്റി ജിം ട്രെയിനറായിട്ടുള്ള ജിൻഡോ സ്ത്രീകൾ ആരാണെങ്കിലും ട്രെയിൻ ചെയ്യാൻ പുള്ളിക്കാരൻ വരും കേട്ടോ. വിവസ്ത്രരാകണം എന്നുള്ള സാധനം മസ്റ്റാണ്. അത് ഹോട്ടൽ റൂമുകൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സീക്രട്ട് ഏജൻ്റെ ചാനലും സിജോയുടെ ചാനലും ഒക്കെ വന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരാളെക്കുറിച്ച് ഒരു തവണ ഒരു ആരോപണം വന്നു, ശരി. 2 തവണ ആരോപണം വന്നു, ശരി. 3 തവണ ആരോപണം വന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു നിരന്തര ക്രിമിനലാണ്, കുറ്റവാളിയാണ് എന്നൊരു എത്തിച്ചേരൽ നമുക്ക് വരും. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവും. അതിനകത്ത് പൊട്ടം, മണ്ടം, വട്ടം, മട്ടം, കുട്ടൻ എന്നൊക്കെ പേരെടുത്തിട്ട് പുറത്ത് വന്നിട്ട് കള്ളൻ, പീഡനവീരൻ, കഞ്ചാവടിയൻ, ഇമാതിരി പേരുകളാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഓൻ്റെ ഗെയിമാണെങ്കിൽ ഓസ്കാർ എടുത്തിട്ട് കൊടുക്കണം. ഏതാ ഇത് ഗെയിമാണെങ്കിലും കൊടുക്കണം, അകത്ത് കളിച്ചത് ഗെയിമാണെങ്കിലും കൊടുക്കണം. ബാക്കി വാർത്താണ്. ഇതിപ്പോ ഇന്നലെ പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ജിൻഡോ ഇവരുടെ പൊന്നളയോ പുലർച്ചെ 1 മണി, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം, കുറ്റാക്കൂരിരുട്ട്, ഒരു ഇല അനങ്ങുന്ന ശബ്ദം വരെ കേൾക്കാൻ സാധിക്കും. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പതിയെ വന്ന് സ്വന്തം ജിമ്മിന്റെ താക്കോൽ താഴെ താക്കോലിട്ട് തുറന്നകത്തേക്ക് കയറി. പക്ഷെ CCTV ക്യാമറ ഉണ്ടെന്ന് അണ്ണൻ ഓർത്തില്ല. പിടിച്ച് 1 മണിക്ക് എൻ്റെ അണ്ണൻ പോയി ഉറങ്ങണം. ഈ സമയത്തൊക്കെ 10,000 രൂപ മോഷ്ടിച്ച് കുറച്ച് നല്ല മോഷ്ടിച്ചായിരുന്നെങ്കിൽ അപ്പോഴും ചീത്തപ്പേരും തന്നെ, ഇപ്പോഴും ചീത്തപ്പേരും തന്നെ, ഇപ്പോഴും പിടിക്കും, അപ്പോഴും പിടിക്കും. പിന്നെ ഒരു വെയിറ്റ് ഉള്ള പേരാവുമായിരുന്നല്ലോ. 10,000 രൂപക്കുള്ള 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി പറ. ജിമ്മിലേക്ക് കയറി അവിടെ നിന്ന് CCTVയും അതോടൊപ്പം തന്നെ 10,000 രൂപയും ചില രേഖകളും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നിലവിൽ ജിമ്മ് നടത്തുന്ന ആളുകൾ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് ജിൻഡോക്കെതിരെ ഇപ്പോൾ മോഷണ വകുപ്പ് അടക്കം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെയും ജിൻഡോക്കെതിരെ നിരവധി കേസുകളും ആരോപണങ്ങളൊക്കെ വരുന്നത്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ജിൻഡോയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ എന്ത് കേസുണ്ടോ അതിലെല്ലാം നമ്മുടെ ജിൻഡോ ആശാനുണ്ട്. ഏത് കേസ് നോക്കിയാലും ജിൻഡോ ആശാൻ അതിനകത്തുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ്, സ്ത്രീ അതിനകത്ത് ഇപ്പൊ താണ്ട മോഷണവും. അതായത് 10,000 രൂപ ഒരു ബിഗ് ബോസ് വിന്നറിന്റെ അവസ്ഥയാണ്. 10,000 രൂപ മോട്ടിക്കേണ്ട ഒരു അവസ്ഥ. ഇനി ഇതിന് ജിൻഡോ ചേട്ടന്റെ ഒരു ന്യായീകരണമായിട്ട് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നേ. ബിഗ് ബോസ് താരത്തിനെതിരെ മോഷണ കേസെടുത്ത് ജിമ്മിലെ മോഷണത്തിന് രേഖകളും കേസെടുത്തത് ജിമ്മിലെ മോഷണത്തിന്, വായിക്കാനും അറിയത്തില്ല മണ്ടൻ, രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചെന്ന് പരാതി. അതിന് ജിൻഡോ പറഞ്ഞ എക്സ്പ്ലനേഷൻ, സ്വന്തം ജിമ്മിലാണ് കയറിയതെന്ന്. ജിൻഡോ സ്വന്തം ജിം എങ്ങനെയാ? എൻ്റെ പേരിൽ ഞാനൊരു സ്ഥാപനം തുടങ്ങി, കുറേ ജിമ്മും എക്യുപ്മെൻസും ഒക്കെ മേടിച്ചിട്ടിട്ട് ഞാനിത് മറ്റൊരാൾക്ക് നടത്താനായിട്ട് ഈ അവകാശം അയാൾക്ക് കൊടുത്തിട്ട് ആ ജിമ്മിൽ കയറി അയാൾ ട്രെയിനിങ് നടത്തി ആൾക്കാരെ കൊണ്ട് എക്സസൈസ് ചെയ്യിച്ചിട്ട് പൈസ മേടിച്ച സ്വന്തം ജിമ്മ്. അവര് നടത്തിപ്പുകാരില്ലയോ? സ്വന്തം ജിമ്മ് ജന്മിയാണല്ലയോ? വെള്ളരിക്കപ്പെട്ടണമാണിത്. ശരി, ബാക്കി എക്സ്പ്ലനേഷൻ. 10 ലക്ഷം രൂപ ജിം നടത്തിപ്പുകാർ കൊടുക്കാനുള്ളത് ജിൻഡോ. 10 ലക്ഷം രൂപ അവർ തരാനുള്ളതിനാണോ ഈ 10,000 രൂപ മോഷ്ടിച്ച് വിശാല മനസ്കനായ ആശാൻ അവരോട് 10 ലക്ഷം രൂപ വേണ്ടെന്ന് പറഞ്ഞ് എഴുതി തള്ളി വെറുതെ വിട്ടത്? അതൊരു വല്ലാത്ത മനസ്സായി പോയിട്ടോ പൊന്നെണ്ണ. 10 ലക്ഷം രൂപയ്ക്ക് മതി, 10,000 മതി. 10,000 ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ 10,000 വെച്ചാൽ മതി. മാസം EMI വെച്ചാൽ മതി. ഞാൻ വന്ന് കുത്തി തുറന്നെടുത്ത് 10 ലക്ഷം ആകുന്നവരെ ഈ 10,000 ഇങ്ങനെ എടുത്തോണ്ട് പോക്കണം. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും മോഷണം അത് തന്നെയാണ് സംഭവം. നിങ്ങൾക്ക് ചെയ്യാലോ, അവരെ പിടിച്ച് പുറത്താക്കാം, ഡെപ്പോസിറ്റ് മേടിച്ചിട്ടുണ്ടാവും, അത് ഇതാക്കാം. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതെന്ന് പറയുമോ, എത്ര വോട്ട് ഞാൻ ചെയ്തതെന്നറിയോ ഈ ജയിക്കാനായിട്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കള്ളനെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് കോടതിയിൽ പോയിട്ട് കോടതിയിൽ നിന്ന് വിധി വന്നതിന് ശേഷമാണ് ആധികാരികമായിട്ട് ഇദ്ദേഹം തെറ്റുകാരനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ സസ്പെക്ട് വിത്ത് CCTV വിഷ്വൽസ്. കൊള്ളാം, നല്ലതാണ്. ഇനി മോട്ടിക്കുമെങ്കിൽ വലുതായിട്ട് മോട്ടിക്കട്ടോ മക്കളെ. മോഷണം, മറ്റ് സ്ത്രീകളെ ഇത്തരത്തിലുള്ള കുത്സിതമായിട്ടുള്ള ഉപയോഗം, ഇതെല്ലാം തെറ്റാണ്. ഇതൊക്കെ പണത്തിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയിട്ടാണ് ഇന്ന് ലോകത്ത് പല കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ സ്ത്രീകളുടെ ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് വേണ്ടി നടക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ സ്ത്രീകളും കുലസ്ത്രീകളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എല്ലാ പുരുഷന്മാരും കുലപുരുഷന്മാരാണെന്നും എനിക്കില്ല. എന്തായാലും നല്ലതാ. നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ ശരീരവും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിങ്ങൾ കൊള്ളും. അത്ര എനിക്ക് പറയുള്ളൂ. ഈ വിഷയത്തിൽ ജിൻഡോയുടെ മോഷണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളിൽ രേഖപ്പെടുത്താം. 10,000 രൂപ മതിയായിരുന്നോ? ഈ ഡോക്യുമെന്റ്സ്. അപ്പോൾ 10 ലക്ഷം രൂപ തരാനുണ്ട്, അതിനാണ് 10,000 രൂപ മോഷ്ടിച്ചത്. ഡോക്യുമെന്റ്സ് എന്തിനാ ആശാനെ മോഷ്ടിച്ചത്? ഒന്ന് വ്യക്തമാക്കിക്കൊള്ളായിരുന്നു കേട്ടോ. മറ്റൊരു ഇട്ടാൻ വരെ.